അപ്പോൾ ഇതാണ് ZK-TB21 100 വാട്ട്സിൻ്റെ സബ് വൂഫറും 50 വാട്ട്സിൻ്റെ 2 സ്പീക്കറും ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആംപ്ലിഫയർ കൈ കെട്ടുന്നത്, ഇതുപോലെ പാക്കറ്റിലായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം അസംബിൾ ചെയ്ത് ഇതുപോലെ സെറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഓക്സ് വർക്കിംഗ് ആണോ, പെൻഡ്രൈവ് വർക്കിംഗ് ആണോ, ബ്ലൂടൂത്ത് വർക്കിംഗ് ആണോ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമേ കൊറിയർ അയച്ച് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 40 വാട്ട്സിൻ്റെ ബൂഫറും 100 വാട്ട്സിൻ്റെ ഒരു സബ് ബൂഫറും പിന്നെ 40 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാ ആംപ്ലിഫയറും ചെക്ക് ചെയ്യും. കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ആംപ്ലിഫയറും ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ടെസ്റ്റ് ഓക്കെ വർക്കിംഗ് എന്നിവിടെ എല്ലാ ആംപ്ലിഫയറിലും അടിച്ചു വെക്കും. എന്നിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് വാങ്ങിച്ചവർക്കറിയാം, നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാർക്കറിയാം ഈ ഒരു രീതിയിലായിരിക്കും ആംപ്ലിഫയർ വരുന്നത്. വെറുതെ എടുത്ത് കൊടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ZK-TB21 പുതിയ വെർഷനാണ്. ഇതിനകത്ത് നമുക്ക് ഓൺ ഓഫ് ബട്ടനോട് വരുന്നുണ്ട്. പഴയ സീരീസിനകത്ത് ഓൺ ഓഫ് ബട്ടൺ ഇല്ല വോളിയം കൺട്രോളിനകത്ത്. അതുപോലെ തന്നെ അത് ഡിജിറ്റൽ ടൈപ്പായിരുന്നു. ഇതിപ്പം ഈ ബാസ് ട്രബിൾ വോളിയം വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ വോളിയം കൺട്രോളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഓൺ ആക്കി കാണിക്കുക, സൗണ്ട് കേൾക്കാം. ഈ രീതി നമുക്കിതിനെ കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം വോളിയം. പഴയതിനകത്ത് നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ വോളിയത്തിലായിരിക്കും ഇത് ഓണായി വരുന്നത്. ഇതിനങ്ങനെ ഒരു പ്രശ്നം, പഴയതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് ഒരു പോർട്ട് കൂടെ വരുന്നുണ്ട്. മൈക്കിൻ്റെ ഇൻപുട്ട് പോർട്ട് വരുന്നുണ്ട്. മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് അഡീഷണൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് സംഗതി. ഇത് ZK-TB സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രൈസ് വരുന്നത് 1700 രൂപയാണ്. നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം നോക്കി ZK സീരീസ് തന്നെ വാങ്ങുക. ഇത് MT21 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് കുറവാണ്. ഇത് നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പ വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഇതിനകത്ത് ഇതിൻ്റെ ഇൻഡക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് 900 അല്ലെങ്കിൽ 850 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. ഇതാണ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ CA-TB21 ആണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ CA സീരീസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ശ്രദ്ധിച്ചാൽ മതി. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ZK സീരീസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സീരീസിന് അല്പം പ്രൈസ് കൂടുതലാണ്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്താൽ ഇതിൻ്റെ യഥാർത്ഥ വില നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 1700 രൂപയ്ക്കാണ് ഈ സീരീസ് കൊടുക്കുന്നത്. ഇതിൻ്റെ പഴയ വെർഷൻ സീരീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 1600 രൂപയ്ക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 1700 ആണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഈ ഒരു സീരീസ് വാങ്ങരുത്. MT21 ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷനാണ്. യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിയ പവർ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേനത് ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്കിലും പൈസ അത്യാവശ്യം മുടക്കാനില്ലാത്തവർക്ക് ഈ സീരീസ് വാങ്ങിയാൽ ഇത് കുഴപ്പമില്ല. ഇതിനകത്ത് ഇൻഡക്ടറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ സൈസും വളരെ ചെറുതാണ്. പിന്നെ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് പ്രൊഫഷണൽ കൊറിയറാണ്. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തു. ക്യാഷ് ഓൺ ഡെലിവറിയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ക്യാഷ് ഓൺ ഡെലിവറിയുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പലർക്കും പേടിയുണ്ട്, ഓൺലൈനിലൊക്കെ തട്ടിപ്പുള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇത് വാങ്ങാൻ പേടിയുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളതിനെപ്പറ്റി അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇതുവരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കും കിട്ടാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം കൃത്യമായിട്ട് എല്ലാവർക്കും ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ടാണ് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ എല്ലാം ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സാമ്പിൾ കണ്ടു. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് അധികം ഇടാൻ പറ്റില്ല, അതിൻ്റെ പവർഫുൾ സൈഡ് മാത്രം ഇടാം. ഈ രീതിയിൽ നമ്മളെല്ലാം ആംപ്ലിഫയർ ചെക്ക് ചെയ്യും. ഒരെണ്ണം പോലും ചെക്ക് ചെയ്യാതെ ആർക്കും അയച്ചു കൊടുക്കത്തില്ല. ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കിട്ടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ബൂഫർ മാത്രം ഉപയോഗിക്കണം. ബൂഫർ സ്പീക്കർ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആയിരിക്കണം. ചുമ്മാ ലോക്കൽ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാമേജ് വരും. അതുപോലെ തന്നെ ഇവിടെ സ്ക്രൂ ഒക്കെ മുറുക്കുന്നത്
കറക്റ്റായിട്ട് ടൈറ്റായിട്ട് മുറുക്കണം. സ്പീക്കറിൻ്റെ കണക്ഷനും വൂഫറിൻ്റെ കണക്ഷനും ഒക്കെ മസ്റ്റായിട്ട് സോൾഡർ ചെയ്ത് തന്നെ കൊടുക്കണം. ലൂസാക്കി കൊടുക്കരുത്. ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഐസിയും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആംപ്ലിഫയർ അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് ചെറിയ സർക്യൂട്ടാണ്. നമ്മൾ സാധാരണ ആംപ്ലിഫയർ പോലല്ല. ഇതിനകത്ത് കാണാം, ഇതിനകത്ത് ഐസിയൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ തന്നെ ഇതിനകത്ത് ഡാമേജ് വരും. നമ്മൾ പെൻഡ്രൈവ് ഒക്കെ കുത്തുമ്പോൾ നല്ല പെൻഡ്രൈവ് കുത്തണം. ലോക്കൽ സാധനമൊക്കെ കുത്തിക്കഴിഞ്ഞാൽ പെൻഡ്രൈവിനകത്ത് ഷോർട്ട് ഉണ്ടെങ്കിലും നമുക്കത് ബോർഡിനെ ബാധിക്കും. അപ്പോൾ ഇത് ക്ലാസ് ഡി ബോർഡാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രം യൂസ് ചെയ്യുക. ലോക്കൽ സ്പീക്കറും വൂഫറും ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്കാണ് ഇതിന് കംപ്ലൈൻറ്റ് വരുന്നത്. അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതുവരെ നമ്മൾ 1200 പേർക്ക് ഈ സെയിം സീരീസ് ആംപ്ലിഫയർ അയച്ചു കൊടുത്തു. അതിൽ 10-12 പേർക്കാണ് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നത്. അവർക്കൊക്കെ നമ്മളത് മാറ്റി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നത് പഴയ സ്പീക്കറാണ്. തുരുമ്പടിച്ച സാധനമൊക്കെ ഉപയോഗിച്ചാണ് പണി കിട്ടിയത്. ആദ്യം ഇത് വർക്ക് ചെയ്യും. കുറച്ച് കഴിയുമ്പം ഇത് സ്പീക്കറിനകത്ത് വൂഫറിനകത്തൊക്കെ ഷോർട്ടിങ് ഉണ്ടെങ്കിൽ അത് കയറിയിട്ട് ഇതിൻ്റെ ഐസിയൊക്കെ അടിച്ചു പോകും. ഇത് വളരെ ചെറുതായതുകൊണ്ട് അത് ഈ ഒരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങൾ എവിടെ നിന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ തന്നെ ഈ ഒരു സീരീസ് നോക്കി വാങ്ങുക. ZK സീരീസ്. ഈ ഒരു സീരീസ് ഒരിക്കലും വാങ്ങാതിരിക്കുക. നിങ്ങളുടെ പൈസ കുറവാണെങ്കിൽ മാത്രം വാങ്ങിയോ, കുഴപ്പമില്ല. പക്ഷേ ഇത് അത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം ഓക്കെ, ബൈ.